മാതാപിതാക്കൾ വഴക്കുകൂടുന്നതിന് സാക്ഷിയാകേണ്ടി വരുന്ന കുട്ടികളുടെ വേദന ചെറുതൊന്നുമല്ല. ഇത്തരം സന്ദർഭങ്ങളിലെല്ലാം നിസ്സഹായരായിക്കൊണ്ട് കരഞ്ഞു തീർക്കുക മാത്രമാണ് സാധാരണ കുട്ടികൾ ചെയ്യാറുള്ളത്. എന്നാൽ കഴിഞ്ഞ ദിവസം വൈറലായത് ഒരു 7 വയസ്സുകാരനായ ധീരനായ കുട്ടിയെക്കുറിച്ചുള്ള വാർത്തയാണ്. തെലങ്കാനയിലെ മുസ്താബാദിലാണ് സംഭവം നടക്കുന്നത്. മദ്യത്തിനടിമയായ ഭരത്തിന്റെ പിതാവ് ബാലകിഷൻ സ്ഥിരമായി മദ്യപിച്ചെത്തി അമ്മയെ മർദ്ദിക്കുന്നത് പതിവായിരുന്നു. എന്നും രാത്രിയായാൽ മദ്യപിച്ച പിതാവ് അമ്മയെ ക്രൂരമായി തല്ലുന്നതിന് ഭരതും അനുജത്തിയും സാക്ഷിയാകാറുണ്ട്. രണ്ടുപേരും അമ്മയെ തല്ലല്ലേ എന്നും പറഞ്ഞ് അച്ഛനെ പിടിച്ചു മാറ്റാറുമുണ്ട്. അങ്ങനെ അച്ഛന്റെ കയ്യിൽ നിന്ന് അമ്മ നേരിടുന്ന പീഡനം സഹിക്കവയ്യാതെയാണ് ഭരത് ആ തീരുമാനത്തിലേക്ക് എത്തുന്നത്. ഒരു ദിവസം സ്കൂൾ വിട്ടതിന് ശേഷം വീട്ടിലേക്ക് പോകാതെ ഭരത് നേരെ പോയത് പോലീസ് സ്റ്റേഷനിലേക്കായിരുന്നു. ഒരു 7 വയസ്സുകാരൻ പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നത് കണ്ട പോലീസുകാർ ആദ്യം ഒന്ന് അമ്പരന്നു പോയി. പിന്നീട് വിവരമറിഞ്ഞതോടെ അവർ ഭരതിനെ സബ് ഇൻസ്പെക്ടർ വെങ്കിടേശ്വരനുവിന്റെ മുറിയിലേക്ക് കൊണ്ടുപോയി. പ്രായത്തിനപ്പുറമുള്ള പക്വത കാണിച്ചുകൊണ്ട് ഭരത് മദ്യപാനിയായ അച്ഛനുമായി അമ്മ നേരിട്ട ബുദ്ധിമുട്ടുകൾ ഇൻസ്പെക്ടറോട് ഓരോന്നോരോന്നായി വിവരിച്ചു തുടങ്ങി. കഴിഞ്ഞ 4 ദിവസമായി അച്ഛൻ സ്ഥിരമായി മദ്യപിച്ചു വന്ന് ക്രൂരമായി അമ്മയെ മർദ്ദിക്കുകയാണെന്ന് ഭരത് ഇൻസ്പെക്ടറോട് പറഞ്ഞു. ഇനി നിങ്ങൾക്ക് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ കഴിയൂവെന്നാണ് ഭരത് ആ ഇൻസ്പെക്ടറോട് പറഞ്ഞത്. ഭരത്തിന്റെ പരാതി കേട്ട് അമ്പരന്നു പോയ ആ ഇൻസ്പെക്ടർ ഉടനെ തന്നെ പിതാവ് ബാലകിഷനെയും അമ്മ ദീപികയെയും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു. തുടർന്ന് രണ്ടുപേർക്കും പോലീസ് സ്റ്റേഷനിൽ വെച്ച് കൗൺസിലിംഗ് നൽകുകയും ചെയ്തു. ഇനി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിച്ചാൽ തക്കതായ ശിക്ഷ നൽകുമെന്നും അദ്ദേഹം ബാലകിഷനോട് മുന്നറിയിപ്പ് നൽകി. തുടർന്ന് ഭരതിനെ മാതാപിതാക്കളോടൊപ്പം വീട്ടിലേക്ക് പറഞ്ഞയക്കുകയും ചെയ്തു. ആ സ്റ്റേഷനിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ഈ സംഭവം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കുന്നത്. എന്തായാലും സംഭവം സോഷ്യലിടത്ത് വൈറലായിരിക്കുകയാണ്. ഇതിന് സമാനമായ രീതിയിൽ ഒരു 8 വയസ്സുകാരൻ പോലീസ് സ്റ്റേഷനിലെത്തി പിതാവിനെതിരെ പരാതി നൽകിയത് മുൻപും വാർത്തകളിൽ ഇടം നേടിയിരുന്നു. അത് കുറച്ചു മാസങ്ങൾക്ക് മുൻപ് UP-യിലാണ് നടന്നത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.